ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിക്കൽ ഇക്വേഷൻസ് എങ്ങനെ ബാലൻസ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാലൻസിങ് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് കെമിക്കൽ റിയാക്ഷൻസ് എന്ന് അറിയണം. എന്താണ് കെമിക്കൽ റിയാക്ഷൻസ്? എ പ്രോസസ് ഇൻ വിച്ച് വൺ ഓർ മോർ സബ്സ്റ്റൻസസ് ദ റിയാക്റ്റൻസ് ആർ കൺവേർട്ടഡ് ടു വൺ ഓർ മോർ ഡിഫറെൻറ്റ് സബ്സ്റ്റൻസസ് ദ പ്രോഡക്ട്സ്. സബ്സ്റ്റൻസസ് ആർ either chemical elements or compounds. ഇത് ഒന്നോ അതിലധികമോ സബ്സ്റ്റൻസസ് കമ്പൈൻ ചെയ്തിട്ട് ഒന്നോ അതിലധികമോ പ്രോഡക്ട്സ് ഉണ്ടാവണം. അതാണ് ഒരു കെമിക്കൽ റിയാക്ഷനിൽ നടക്കുന്നത്. ഈ ഉണ്ടാവുന്ന പ്രോഡക്ട്സിൻ്റെ പ്രോപ്പർട്ടി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ഈ കമ്പൈൻ ചെയ്യുന്ന സബ്സ്റ്റൻസസ് ഒന്നില്ലെങ്കിൽ കെമിക്കൽ എലമെൻറ്റ്സ് ആവാം, അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് ആവാം. കെമിക്കൽ റിയാക്ഷന് ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് വാട്ടർ. അതായത് ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ ഫോം ചെയ്യണം. അപ്പോൾ ഏതാണോ കമ്പൈൻ ചെയ്യണത്, അതായത് ഇവിടെ ഏതാണ് കമ്പൈൻ ചെയ്യുന്നത്, ഹൈഡ്രജനും ഓക്സിജനും, അതിനെ നമ്മൾ റിയാക്റ്റൻസ് എന്ന് പറയും. ഇത് കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാവുന്ന പ്രോഡക്ട്സിനെ നമ്മൾ പ്രോഡക്റ്റ്സ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്ത് എന്താണ്, വാട്ടറാണ്. അപ്പോൾ വാട്ടറാണ് ഇവിടുത്തെ പ്രോഡക്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഏത് സബ്സ്റ്റൻസസ് ആണോ കമ്പൈൻ ചെയ്യണത്, ആ കമ്പൈൻ ചെയ്യണ സബ്സ്റ്റൻസിനെ നമ്മൾ റിയാക്റ്റൻസ് എന്നും, ഈ കമ്പൈൻ ചെയ്തിട്ട് എന്താണോ ഫോം ചെയ്യണത് അതിനെ നമ്മൾ പ്രോഡക്ട്സ് എന്നും പറഞ്ഞു. ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, റിയാക്റ്റൻസും പ്രോഡക്ട്സും കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കാം, CH4 + 2O2 gives CO2 + 2H2O. അപ്പോൾ CH4 + 2O2 എന്ന് പറയുന്നത് റിയാക്റ്റൻസ്, CO2 + 2H2O എന്ന് പറയുന്നത് പ്രോഡക്റ്റ്. അതിനെ കുറച്ചും കൂടി സിംപ്ലിഫൈ ആയിട്ട് പറയുകയാണെങ്കിൽ, കോമ്പൗണ്ട്സ് ഓൺ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ആരോ അതിനെ നമ്മൾ റിയാക്റ്റൻസ് എന്ന് പറയും. ആരോൻ്റെ റൈറ്റ് സൈഡിലുള്ളതിനെ നമ്മൾ പ്രോഡക്ട്സ് എന്നും പറയണം. വാട്ട് ഈസ് എ കെമിക്കൽ ഇക്വേഷൻ? എന്താണ് കെമിക്കൽ ഇക്വേഷൻ? കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷനെ നമ്മൾ ഇക്വേഷൻ രൂപത്തിൽ എഴുതുന്നു. ഇതുതന്നെയാണ് ഇക്വേഷൻ രൂപത്തിൽ തന്നെയാണ് നമ്മൾ മുന്നും എഴുതിയത്. അപ്പോൾ അങ്ങനെ തന്നെ എഴുതുന്നതിനെയാണ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയണത്. അതിന് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. H2 + O2 gives 2H2O. ഇവിടെ കെമിക്കൽ ഇക്വേഷനിൽ രണ്ട് സൈഡ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക ആരോ വെച്ചിട്ടായിരിക്കും. എന്താണ് കോഎഫിഷ്യൻറ്റും സബ്സ്ക്രിപ്റ്റും? കോഎഫിഷ്യൻറ്റ് മീൻസ് ദ നമ്പേഴ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ കോമ്പൗണ്ട് ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓർ മോൾസ് ഓഫ് ദാറ്റ് കോമ്പൗണ്ട്. അതായത് ഇവിടെ നമ്മൾ H2SO4 2H2SO4 എടുത്തു. അപ്പോൾ അവിടെ ഈ H2SO4ൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന നമ്പർ ഇല്ലേ 2, അതാണ് കോഎഫിഷ്യൻറ്റ്. ആണ് സബ്സ്ക്രിപ്റ്റ്. സ്മോൾ നമ്പേഴ്സ് വിത്തിൻ എ ഫോർമുല ദാറ്റ് ഹെൽപ്പ് ടു ഡിഫൈൻ ദ കോമ്പൗണ്ട്. അതായത് ഇവിടെ H2SO4. അപ്പോൾ ഓരോ എലമെൻറ്റിൻ്റെയും താഴെ ഒരു നമ്പർ എഴുതിയിട്ടുണ്ടാവില്ലേ, ആ നമ്പറാണ് സബ്സ്ക്രിപ്റ്റ്. അപ്പോൾ ഇവിടെ Hന് താഴെ 2 സബ്സ്ക്രിപ്റ്റ്, Sന് താഴെ ഒന്നുമില്ല, അപ്പോൾ അവിടെ 1. ഓക്സിജൻ്റെ താഴെ 4, അപ്പോൾ 4 സബ്സ്ക്രിപ്റ്റ്. അങ്ങനെ സബ്സ്ക്രിപ്റ്റ് ഏതൊക്കെയാണ്? 2, 1, 4. സബ്സ്ക്രിപ്റ്റ് ടെൽസ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെൻറ്റ് ഇൻ എ മോളിക്യൂൾ. അതായത് എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്നാണ് ഏത് പറയണത്, സബ്സ്ക്രിപ്റ്റ് പറയണത്. അതിനൊരു എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ H2O എടുത്തു. അപ്പോൾ നോക്ക്, ഹൈഡ്രജൻ്റെ താഴെ ഏതാ 2 അല്ലേ, 2 സബ്സ്ക്രിപ്റ്റ് അല്ലേ, അതായത് 2 ഹൈഡ്രജൻ ആറ്റം. ഓക്സിജൻ്റെ താഴെ ഉണ്ടോ? സബ്സ്ക്രിപ്റ്റ് ഇല്ല, ഒന്നുമില്ലെങ്കിൽ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? 1 ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ 1 ഓക്സിജൻ ആറ്റം. നോക്കാം 2H2O. അപ്പോൾ ഇവിടെ കോഎഫിഷ്യൻ്റ് ഉണ്ട്. കോഎഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ ഓരോ എലമെൻറ്റ് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനായിട്ട് ഈ സബ്സ്ക്രിപ്റ്റും കോഎഫിഷ്യൻറ്റും ഓരോ എലമെൻറ്റിലെ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഇപ്പോൾ ഹൈഡ്രജൻ പറയുമ്പോൾ ഇപ്പോൾ ഹൈഡ്രജൻ്റെ സബ്സ്ക്രിപ്റ്റ് ഏതാണ്? 2.
2 ഇൻറ്റു കോഎഫിഷ്യൻറ്റ് ചെയ്യണം. അപ്പോൾ 2 ഇൻറ്റു 2 4. അപ്പോൾ എത്രയാണ്? 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഇനി ഓക്സിജൻ്റെ നോക്കാം. ഓക്സിജൻ്റെ സബ്സ്ക്രിപ്റ്റ് എന്താണ് അവിടെ? ഓക്സിജന് താഴെ 1 ആണ്, ഒന്നുമില്ല. അപ്പോൾ അതിന് അർത്ഥം 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു 2 ചെയ്യണം, അതായത് 1 ഇൻറ്റു കോഎഫിഷ്യൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്സിജൻ ആറ്റം എത്ര കിട്ടും? 2 ഓക്സിജൻ ആറ്റം ഉണ്ടെന്ന് കിട്ടും. ഇനി കോഎഫിഷ്യൻ്റ് എന്താ? കോഎഫിഷ്യൻറ്റ് ടെൽസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലേ? അപ്പോൾ ഇവിടെ H2O. അപ്പോൾ അവിടെ കോഎഫിഷ്യൻ്റ് ഇല്ലല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? 1 മോളിക്യൂൾ ഓഫ് വാട്ടർ. നെക്സ്റ്റ് നോക്ക്, 2H2O. അതായത് അവിടെ എന്താ? കോഎഫിഷ്യൻ്റ് 2 ആണ്. അതിൻ്റെ അർത്ഥം എന്താ? 2 മോളിക്യൂൾസ് ഓഫ് വാട്ടർ. നമുക്ക് ബാലൻസിങ് എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കാം. അപ്പോൾ എന്താണ് ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ? ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ ആണെങ്കിൽ അതിൻ്റെ റിയാക്റ്റൻസിലും പ്രോഡക്ട്സിലും ഉള്ള എലമെൻസിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് സെയിം ആയിരിക്കും. ഒരു ഇക്വേഷൻ ബാലൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ്റെ ബോത്ത് സൈഡും നമ്പർ ഓഫ് ആറ്റംസ് ഓരോ എലമെൻറ്റിൻ്റെയും സെയിം ആക്കണം. അതെങ്ങനെ സെയിം ആക്കാം? അത് സെയിം ആക്കാനായിട്ട് നമുക്ക് കോഎഫിഷ്യൻ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് രണ്ട് സൈഡിലും സെയിം ആക്കാൻ പറ്റും. പക്ഷെ ഒരിക്കലും സബ്സ്ക്രിപ്റ്റ് ചേഞ്ച് ആക്കാൻ പാടില്ല. ബാലൻസ്ഡ് ഇക്വേഷൻ, one in which the number of atoms of each element as a reactant is equal to the number of atoms of that element as product. ബാലൻസിങ് ചെയ്യുമ്പോഴുള്ള സ്റ്റെപ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇക്വേഷൻ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ ഇക്വേഷൻ എഴുതണം. എന്നിട്ട് രണ്ട് സൈഡിലും റിയാക്റ്റൻറ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും നമ്പർ ഓഫ് ആറ്റംസ് കൗണ്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ കോഎഫിഷ്യൻ്റ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ അതിനെ ഈക്വൽ ആക്കണം. ഓരോ എലമെൻറ്റിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് നമ്മൾ രണ്ട് സൈഡിലും സെയിം ആക്കണം. പിന്നെ ഒരിക്കലും നമ്മൾ സബ്സ്ക്രിപ്റ്റ് ചേഞ്ച് ആക്കാൻ പാടില്ല. കോഎഫിഷ്യൻ്റ് മാത്രമേ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് കോഎഫിഷ്യൻ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരേ ടേബിളിൽ വന്നതാണ്, ഇപ്പോൾ 2ൻ്റെ ടേബിളിലാണ് എല്ലാ കോഎഫിഷ്യൻ്റ് ആണെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. അപ്പോൾ നമുക്ക് ബാലൻസിങ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, C3H8 plus O2 gives CO2 plus H2O. അപ്പോൾ നമ്മൾ ബാലൻസിങ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? റിയാക്റ്റൻറ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഉള്ള എലമെൻസിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് ഓരോ എലമെൻസിൻ്റെയും എടുത്തെഴുതണം. അപ്പോൾ ഞാനിവിടെ എടുത്തെഴുതി. ഇപ്പോൾ കാർബണിൻ്റെ ഇവിടെ കോഎഫിഷ്യൻ്റ് ഇല്ല, സബ്സ്ക്രിപ്റ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 3. അപ്പോൾ കാർബൺ എത്ര ആറ്റംസ് ഉണ്ടാവും? 3 കാർബൺ ആറ്റം. അപ്പോൾ കാർബൺ 3. ഇനി ഹൈഡ്രജൻ നോക്ക്, 8. അപ്പോൾ ഹൈഡ്രജൻ 8 ആറ്റം. പിന്നെ ഓക്സിജൻ 2. അതേപോലെ പ്രൊഡക്റ്റ് സൈഡിലും. അപ്പോൾ ഇവിടെ കാർബൺ എത്രയുണ്ട്? ഇവിടെ 1 അല്ലേ ഉള്ളൂ. അത് ഒന്നും എഴുതിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം 1 ആണെന്ന്. അപ്പോൾ എന്താ? കാർബൺ 1, ഓക്സിജൻ എത്രയാ? 2. ഓക്സിജന് താഴെ 2 അല്ലേ, സബ്സ്ക്രിപ്റ്റ് 2 അല്ലേ, കോഎഫിഷ്യൻ്റ് ഇല്ലാത്തതുകൊണ്ട് 2 തന്നെ. അപ്പോൾ ഓക്സിജൻ ഇവിടെ 2, പിന്നെ ഇവിടെ എന്തുണ്ട്? ഒരു ഓക്സിജനും കൂടി ഉണ്ട്. അപ്പോൾ 2 + 1 3. ഓക്സിജൻ 3 ഉണ്ട്. പിന്നെ ഹൈഡ്രജൻ നോക്ക്, ഹൈഡ്രജൻ 2. ഇനി നമുക്ക് ഓരോ എലമെൻസിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് സെയിം ആക്കണം. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ കാർബൺ 3 ഉണ്ട് റിയാക്റ്റൻറ്റ് സൈഡിൽ. അപ്പോൾ പ്രോഡക്റ്റ് സൈഡിൽ നോക്കിക്കേ, കാർബൺ 1 ഉള്ളൂ. അപ്പോൾ കാർബൺ 3 ആക്കണം ഫസ്റ്റ്. അപ്പോൾ ഇവിടെ നോക്ക്, ഈ CO2ൻ്റെ ഫ്രണ്ടിൽ, അതായത് നമുക്ക് സബ്സ്ക്രിപ്റ്റ് ആഡ് ചെയ്യാൻ പറ്റില്ല, കോഎഫിഷ്യൻ്റ് അല്ലേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കാർബണിൻ്റെ ഫ്രണ്ടിൽ ഒരു 3 ഇട്ട് കൊടുത്ത് നോക്കി. 3 ഇട്ട് കൊടുത്താൽ കാർബൺ 3 ആവൂലേ? അപ്പോൾ ഞാൻ ഈ CO2ൻ്റെ ഫ്രണ്ടിൽ 3 ഇട്ട് കൊടുത്തു, അത് കോഎഫിഷ്യൻ്റ് 3 ഇട്ട് കൊടുത്തു. അപ്പോൾ എന്തായി? കാർബൺ 3 ആയി. അപ്പോൾ ഇവിടെയും കാർബൺ, പ്രോഡക്റ്റ് സൈഡിലും കാർബൺ 3, റിയാക്റ്റൻറ്റ് സൈഡിലും കാർബൺ 3. അപ്പോൾ കാർബണിൻ്റെ കാര്യം ഓക്കെ ആയി. ഇനി നമ്മൾ ഹൈഡ്രജൻ്റെ കേസ് നോക്ക്. ഇവിടെ ഹൈഡ്രജൻ റിയാക്റ്റൻറ്റ് സൈഡിൽ എത്രയാണ്? ഹൈഡ്രജൻ 8 ആണ് അല്ലേ? പ്രോഡക്റ്റ് സൈഡിലോ? പ്രോഡക്റ്റ് സൈഡിൽ
ഹൈഡ്രജൻ 2. അപ്പോൾ ഹൈഡ്രജൻ നമ്മൾ രണ്ട് സൈഡിലും സെയിം ആക്കണം. അപ്പോൾ 8 ആക്കാൻ പറ്റൂലേ? അതായത് ഇവിടെ നമ്മളൊരു 4 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ H2ൻ്റെ ഫ്രണ്ടിൽ 4 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ നമുക്ക് 8 ആവൂലേ? അപ്പോൾ അങ്ങനെ ചെയ്യാലോ. അപ്പോൾ നമുക്ക് ഹൈഡ്രജൻ രണ്ട് സൈഡിലും 8 കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ H2ൻ്റെ ഫ്രണ്ടിൽ 4 ഇട്ട് കൊടുത്തു, കോഎഫിഷ്യൻ്റ് 4 ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ നോക്ക് ഹൈഡ്രജൻ 4 × 2 ആയില്ലേ? 4 × 2 8 ആയി. അപ്പോൾ റിയാക്റ്റൻറ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഹൈഡ്രജൻ എന്തായി? 8 ആറ്റംസ് ആയി, സെയിം ആയി. ഇനി നമ്മൾ ഓക്സിജൻ്റെ ചെക്ക് ചെയ്യണം. ഓക്സിജൻ നോക്ക്, ഓക്സിജൻ അപ്പോൾ എത്രയുണ്ട് ടോട്ടൽ? ഇത് നോക്ക് 3 × 2. ഇവിടെ ഓക്സിജൻ എത്രയുണ്ട്? 3 × 2. 3 × 2 6. പിന്നെന്താ 4 × 1 അല്ലേ? സബ്സ്ക്രിപ്റ്റും കോഎഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ അതെന്താ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 4 × 1 അപ്പോൾ എന്ത് വരും? 3 × 2 6 + 4 10 ഉണ്ട് ഓക്സിജൻ പ്രോഡക്റ്റ് സൈഡിൽ. അപ്പോൾ നമുക്ക് റിയാക്റ്റൻറ്റ് സൈഡിൽ 10 ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു 5 ഇട്ട് കൊടുത്താൽ പോരെ? കോഎഫിഷ്യൻ്റ് 5 ഇട്ട് കൊടുത്താൽ പോരെ? അപ്പോൾ രണ്ട് സൈഡിലും ഓക്സിജൻ 10 ആയില്ലേ? അപ്പോൾ എല്ലാനും ബോത്ത് സൈഡും ആറ്റംസ് സെയിം ആയില്ലേ? അപ്പോൾ ഞാൻ ഇവിടെ ഓക്സിജൻ്റെ ഫ്രണ്ടിൽ ഇവിടെ റിയാക്റ്റൻറ്റ് സൈഡിൽ 5 ഇട്ട് കൊടുത്തു. അപ്പോൾ എന്തായി? 5 × 2 10 ആയി ഓക്സിജൻ റിയാക്റ്റൻറ്റ് സൈഡിൽ. അപ്പോൾ ഈ അപ്പുറത്തെ സൈഡിൽ ഓൾറെഡി എത്രയാണ്? 10 അല്ലേ? കാരണം ഓക്സിജൻ O2 2 × 3 6 6 + 4 അല്ലേ വരാം? ഇവിടെ 1 അല്ലേ? അപ്പോൾ 1 × 4 4 3 × 2 6 6 + 4 10. അപ്പോൾ നോക്കി എല്ലാനും ഈക്വൽ ആയില്ലേ? ഓരോ എലമെൻസിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ആയില്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആയി. ഇനി നമ്മൾ ബാലൻസ് ചെയ്യാനുള്ള ഇക്വേഷനിൽ ഇതേപോലെയൊക്കെ ആണെങ്കിൽ എങ്ങനെ ചെയ്യുന്നതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് കണ്ടോ ഇവിടെ എന്താ? ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ആറ്റംസ് എങ്ങനെ കൗണ്ട് ചെയ്യാം അത് നോക്ക്. ഇവിടെ ഫസ്റ്റ് നോക്ക്, ഇവിടെ കാൽഷ്യം സി എന്താ? 3 അല്ലേ? കോഎഫിഷ്യൻ്റ് 3 ആണ്, ഇതിൻ്റെ സബ്സ്ക്രിപ്റ്റ് ഇല്ല. അപ്പോൾ ആറ്റംസ് 3. ഇനി നോക്ക് ക്ലോറിനും ഓക്സിജനും. അപ്പോൾ എന്താ? ഓൾ ബ്രാക്കറ്റ് ഇവിടെ സബ്സ്ക്രിപ്റ്റ് 2 എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യണം? അതായത് Clൻ്റെ നമ്പർ ഓഫ് ആറ്റം കണ്ടുപിടിക്കാനായിട്ട് 1 × 2. ഓക്സിജൻ എന്ത് വരും? 3 × 2 ചെയ്യാം. അപ്പോൾ 1 × 2 വരുമ്പോൾ 2 വരും. പിന്നെ ഇവിടെ ഒരു കോഎഫിഷ്യൻ്റ് ഇല്ലേ? അപ്പോൾ എന്ത് വരും? 2 × 3 6 വരും ക്ലോറിൻ. അതേപോലെ ഓക്സിജൻ്റെ 3 × 2 6 അല്ലേ? അപ്പോൾ 3 × 2 ഇവിടെ 6 വരും. 3 × 2 ചെയ്യണം. അപ്പോൾ 6 × again കോഎഫിഷ്യൻ്റ് × 3 6 3s 18. ഇങ്ങനെയാണ്. ഇങ്ങനെ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നോക്കാം, റിയാക്റ്റൻറ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഫസ്റ്റ് നമ്മൾ അയൺ നോക്കി, Fe നോക്കി. അപ്പോൾ നോക്ക് റിയാക്റ്റൻറ്റ് സൈഡിൽ നോക്ക്, ഇവിടെ Fe2 ആണ്. അപ്പോൾ എന്താ? റിയാക്റ്റൻറ്റ് സൈഡിൽ വേറെ Fe ഇല്ലല്ലോ? ഇല്ല. അപ്പോൾ Fe എത്രയാണ്? 2 ആറ്റംസ്. ഇനി പ്രോഡക്റ്റ് സൈഡിൽ നോക്കാം. പ്രോഡക്റ്റ് സൈഡിൽ നോക്ക്, ഇവിടെ 2 Fe ആണ് അല്ലേ? അപ്പോൾ പ്രോഡക്റ്റ് സൈഡിലും Fe2 ആണ്. അപ്പോൾ Feയുടെ കാര്യം ഓക്കെ. നമുക്ക് സൾഫറിൻ്റെ കേസ് നോക്കാം. ഇപ്പോൾ സൾഫറിൻ്റെ കേസിൽ നോക്ക്, ഇവിടെ റിയാക്റ്റൻറ്റ് സൈഡിൽ നോക്ക് S = 3 അല്ലേ വരാം? അതായത് ഇവിടെ 1 × 3 3 വരും. അപ്പോൾ ഇനി പ്രോഡക്റ്റ് സൈഡിൽ നോക്ക് എത്രയാണ്? 1 ആറ്റം അല്ലേ വരുള്ളൂ? ഇവിടെ നോക്ക് 1 അല്ലേ വരുള്ളൂ? കാരണം ഇവിടെ സബ്സ്ക്രിപ്റ്റ് 1 അല്ലേ? അപ്പോൾ 1 വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി? ഇവിടെ ഒരു 3 ഇട്ട് കൊടുത്താൽ, അതായത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു 3 ഇട്ട് കൊടുത്താൽ നമുക്ക് എന്താവും? എസ് സെയിം ആവില്ലേ? നമ്പർ ഓഫ് ആറ്റംസ് സെയിം ആവില്ലേ സൾഫറിൻ്റെ? അപ്പോൾ നമുക്ക് അവിടെ 3 ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ഇട്ട് കൊടുത്തു. അപ്പോൾ സൾഫർ എന്തായി? സൾഫർ രണ്ട് സൈഡിലും 3 ആറ്റംസ് വെച്ചായി. അപ്പോൾ സൾഫറിൻ്റെ കാര്യം ഓക്കെ. ഇനി കെ നോക്ക്. ഇവിടെ നോക്ക് റിയാക്റ്റൻറ്റ് സൈഡിൽ എന്താ? 1 അല്ലേ ഉള്ളൂ? 1 ആറ്റം അല്ലേ ഉള്ളൂ? ഇനി പ്രോഡക്റ്റ് സൈഡിൽ നോക്ക് 3 × 2 6 വരും. ഇവിടെ കോഎഫിഷ്യൻ്റ് ഉണ്ട്, സബ്സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 2 6 വരും കെ. അപ്പോൾ നമുക്ക് റിയാക്റ്റൻറ്റ് സൈഡിലും സെയിം ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ 6 ഇട്ട് കൊടുത്താൽ പോരെ? അതായത് KOHൻ്റെ ഫ്രണ്ടിൽ 6 ഇട്ട് കൊടുക്കാം. അപ്പോൾ കെയുടെ കാര്യം ഓക്കെ ആവില്ലേ? ഇവിടെ KOHൻ്റെ ഫ്രണ്ടിൽ 6 ഇട്ട് കൊടുത്തു. അപ്പോൾ കെ എന്താവും? റിയാക്റ്റൻറ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും 6 ആവില്ലേ? അതായത് നോക്ക് K 6,
റിയാക്റ്റൻറ്റ് സൈഡിൽ പ്രോഡക്റ്റ് സൈഡിൽ 3 × 2 6 6 ആയി. അപ്പോൾ കെയുടെ കാര്യം ഓക്കെ ആയി. ഇനി നമ്മൾ ഓക്സിജൻ്റെ കേസ് നോക്ക്. ഓക്സിജൻ നോക്ക്, റിയാക്റ്റൻറ്റ് സൈഡിൽ എത്ര വരും? 4 × 3 4 3s are 12 പ്ലസ് ഇവിടെ എന്ത് വരും? 6 അല്ലേ വരാം, ഇവിടെ 1 അല്ലേ, അപ്പോൾ 1 × 6 6, അപ്പോൾ 4 3s are 12 12 പ്ലസ് 6 18 വരും. റിയാക്റ്റൻറ്റ് സൈഡിൽ ഓക്സിജൻ ആറ്റം, നമ്പർ ഓഫ് ആറ്റംസ്. ഇനി പ്രോഡക്റ്റ് സൈഡിൽ നോക്കിക്കേ, ഓക്സിജൻ ഇവിടെയല്ലേ, അപ്പോൾ 4 × 3 ചെയ്യണം. 4 3s are 12 12 പ്ലസ് ഇവിടെ ഇല്ലേ ഓക്സിജൻ, ഇവിടെ എന്താ 1 × 3 3 3 × 2 6, അപ്പോൾ 12 പ്ലസ് 6 18. അപ്പോൾ ഓക്സിജൻ എന്താ കറക്റ്റ് തന്നെയാണ് അല്ലേ, ഓക്കെ ആയി കിടക്കുക. അപ്പോൾ ഓക്സിജൻ റിയാക്റ്റൻറ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും 18 ആറ്റംസ് കിട്ടും. ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. ഹൈഡ്രജൻ നോക്കിക്കേ, റിയാക്റ്റൻറ്റ് സൈഡിൽ ഹൈഡ്രജൻ എത്രയാണ്? 6 അല്ലേ വരാം, 1 × 6 6 വരും. ഇനി പ്രോഡക്റ്റ് സൈഡിൽ നോക്കിക്കേ, ഇതല്ലേ, ഇത് മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ എന്ത് വരും നോക്ക്, ഇവിടെ 3 3 × 2 6 വരും. അപ്പോൾ രണ്ട് സൈഡിലും ഹൈഡ്രജൻ 6 ആയില്ലേ, അപ്പോൾ ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആയില്ലേ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.